ഞാനിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ ജിബി പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 8 ദിവസമായി. പക്ഷേ ഇവിടുത്തെ വീഡിയോസൊന്നും യൂട്യൂബിൽ ഇടാൻ പറ്റിയിട്ടില്ല. ഞാൻ എടുത്തിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇൻസ്റ്റഗ്രാമിൽ കുറച്ചൊക്കെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിയ ഒരു മൈക്ക് വാങ്ങി, ഹോളി ലാൻഡിൻ്റെ പുതിയ ഒരു മൈക്ക് മാർക്ക് A1. ഇന്ന് എന്തായാലും ഇവിടെ ഫ്രീ ആണ്. അപ്പോൾ ഇവിടുത്തെ ജിബിത്തെ വില്ലേജത്തെ കുറച്ച് കാഴ്ചകളും അതുപോലെ ഇവിടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ട്രക്കിങ്ങിന് പോകണം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 8 ദിവസമായെങ്കിലും വെറുതെ ഇരിക്കില്ലായിരുന്നു, കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ നിന്ന് റിസോർട്ട് ഇതായിരുന്നു, വുഡ്പേക്കർ എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ഇവിടെ വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇവിടെ തന്നെയാണ് ഫുഡ്, ഇവിടെ തന്നെയാണ് സ്റ്റേ, അക്കോമഡേഷനും അതുപോലെ ഫുഡും എല്ലാം ഫ്രീ ആയിരുന്നു. ഇന്നത്തെ പ്ലാന് ഇന്നക്കും ഇവിടുത്തെ വില്ലേജ് കാണിച്ചു തരാം, അതുപോലെ ഇവിടുത്തെ ആൾക്കാരെ കാണിച്ചു തരാം, ഇവിടുത്തെ വില്ലേജ് ലൈഫ് കാണിച്ചു തരാം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ട്രക്കിങ്ങിനും പോകണം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടുത്തെ റിസോർട്ടും കാര്യങ്ങളും കാണിച്ചു തരാം. ഇന്ന് ഓൾമോസ്റ്റ് ഇന്നത്തെ ഡേറ്റ് 28 അംശമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം റിസോർട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് ഇവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ ഒപ്പം ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇന്ന് വില്ലേജത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അത് നമുക്ക് അപ്പോൾ ഇന്നത്തെ പ്ലാന് ഇന്നക്കും ഇവിടുത്തെ വില്ലേജ് കാണിച്ചു തരാം, അതുപോലെ ഇവിടുത്തെ ആൾക്കാരെ കാണിച്ചു തരാം, ഇവിടുത്തെ വില്ലേജ് ലൈഫ് കാണിച്ചു തരാം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ട്രക്കിങ്ങിനും പോകണം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടുത്തെ റിസോർട്ടും കാര്യങ്ങളും കാണിച്ചു തരാം. ഇത്രയും ദിവസം നമ്മൾ സ്റ്റേ ചെയ്തത് ഇവിടെയൊക്കെ തന്നെയായിരുന്നു. ഈ റിസോർട്ടിൽ ഏത് റൂമിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാം. പിന്നെ ഇതിവിടെ ട്രീ ഹൗസാണ്. ഇതിന് മേലെ സ്റ്റെപ്പ് ഇറക്കാണ്ട് ഇവിടെ ഒരു റൂമുണ്ട്. റൂമൊന്നുമല്ല, അവിടെ കിടക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതിൻ്റെ മേലെ കുറച്ച് ഗ്രാമങ്ങളുണ്ട്, അതുപോലെ ഇതിൻ്റെ താഴെ ഒരു റിവറുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ റിവർ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് റോഡുണ്ട്, അതും കുറേ വില്ലേജിലേക്കുള്ള റോഡാണ്. ഇവിടെ കുറേ പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഇതിൻ്റെ മേലെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ ഇവിടെയൊക്കെ ഓരോ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ജിബിത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും റിസോർട്ടിൽ നിന്ന് ഇറങ്ങട്ടെ, അത്യാവശ്യം ടൈം ലേറ്റ് ആയിട്ടുണ്ട്. റിസോർട്ടിൻ്റെ ഉള്ളിലത്തെ കുറച്ച് വ്യൂ ആണിത്. ഫുഡ് കഴിക്കുന്ന നമ്മളെ ഡൈനിങ് വരുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് ഡൈനിങ് വരുന്നത്. ഹായ്, നമ്മൾ പ്രോപ്പർട്ടിൻ്റെ മാനേജറാണ്. ഹായ്, ലൈവ് നെയ്യ. ഇത് ദിവ്യ ഫ്രം ഹരിയാന. എന്തെങ്കിലും പറയാനുണ്ടോ? എനിത്തിങ് സേ എബൌട്ട്? അപ്പോൾ ട്രക്കിങ്ങിനുള്ള ബാഗും ടെൻറ്റും എല്ലാം എടുത്തിട്ടുണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ തിരിച്ചു പോരും. ഇപ്പോൾ ടൈം 2 മണിയായിട്ടുണ്ട്. ഇനി ഒരു 7 കിലോമീറ്റർ ട്രക്കിങ് വരുന്നത്. അവിടെ എപ്പോഴേ എത്തുമെന്നറിയില്ല. എത്തിയ ശേഷം ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രക്ക് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു പോരും. നമ്മൾ ഇത്രയും ദിവസം നിന്ന് റിസോർട്ടാണ് ഈ കാണുന്നത്. ഇതാണ് റിസോർട്ട്, ദ വുഡ്പേക്കർ കഫേ. किधर जा रहे? ഷോജ മേ ബി ആയേഗാ. ആ ഓക്കെ. അപ്പോൾ ഇയാൾ തന്നെ പോകുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വണ്ടി സെറ്റായി. നമുക്ക് ഇവിടെയും പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ ഷോജയിലും പ്രോപ്പർട്ടി ഉണ്ട്. ഷോജയിൽ പോയിട്ട് അവിടെ നിന്ന് ട്രക്കിങ് ചെയ്യണം. ഇവിടെ കുറച്ച് പിള്ളേർ അഭിചാരേ. मेरे का छोटा यूट्यूब चैनल भी है. ओके, कैन गो. रघुवर फोर्ट में अकेले कैंप सकते हैं? कहाँ पे? रघुवर फोर्ट में. रघुवर फोर्ट में? हाँ. अच्छा सनसेट किधर से मिल जाएगा? कौन सी जगह में? रघुवर फोर्ट. ओके.
അങ്ങനെ ഷോജയ്ക്കുള്ള വണ്ടി കിട്ടിയിട്ടുണ്ട്. നമ്മളൊപ്പം ഉള്ളത് തലപതി രജനീകാന്താണ്. അങ്ങനെ പ്രോപ്പർട്ടിൻ്റെ ഓണറായ രജനി ഭായിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. My friend YouTube channel face. रेगुलर फोर्ट शोजा के आगे और शोजा से ऊपर ओके फोर्ट जोड़ी पास. ओके मैं लिफ्ट लेकर जाएगा. हाँ रघुपुर फोर्ट आपको उधर मिलेगा. ओके. ആരെങ്കിലും ജി ബിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ വുഡ്പേക്കർ കഫേക്ക് വരിക. സ്റ്റേ കാര്യങ്ങൾ ഫുഡ് എല്ലാം ഇവിടെ ഇൻക്ലൂഡാണ്. നേരെ ഇയാളെ വിളിച്ചാൽ മതി. Anytime welcome. Yeah. ഇവിടെ ട്രീ ഹൗസ് ഉണ്ട്. അതുപോലെ ദൂസരക്കൊക്കെ ട്രീ ഹൗസ് ആൻഡ് കോട്ടേജ് ജിബിയിലും ഉണ്ട്. അതുപോലെ ഷോജയിലും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നേരെ ഇവരെ വിളിച്ചാൽ മതി. ഇവരെ നമ്പർ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട്. ഷോജ में स्नोफॉल है अभी नहीं कब आएगा? लोडी पास नहीं गया कभी? ये सीजन में नहीं गया, पहले गया. ओके. ये टाइम में कोई नहीं उधर. अच्छा. अभी जलोरी पास में स्नो भी है? नहीं अभी स्नो नहीं हुआ. ഓക്കെ. ഒരു 6 മാസം മുന്നേ വന്ന ടൈമിൽ ജലോരി പാസ് പോയിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ സ്നോയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്രാവശ്യം ഫസ്റ്റ് സ്നോഫോൾ വരിക ജലോരി പാസ്, ഷോജ, പിന്നെ താഴെ ജി ബി. ഫസ്റ്റ് स्नोफॉल इन जलोरी पास. Yes. फिर शोजा फिर जीबी. No जीबी. जीबी में कोई नहीं स्नो नहीं होगा. वरिല്ല എന്ന് പറഞ്ഞു. ഞാൻ വീഡിയോസിൽ കുറേ मैं वीडियो देखा जीबी में स्नो के. वो पहले था. अच्छा. ओके. कितना साल पहले? 2-3 years. ഓക്കെ. Yes. 2-3 വർഷത്തിന് ശേഷം 2 വർഷം മുന്നാണ് ഇവിടെ സ്നോഫാൾ വന്നിട്ടുള്ളത്. റോഡൊക്കെ വൻ സീനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബസ്സിലാണ് പോയിരുന്നത്. രജനീകാന്ത് എന്നുള്ള പേര് എങ്ങനെ കിട്ടിയത് നമുക്ക് ചോദിച്ചേക്കാം. നമുക്ക് രജനീകാന്ത് നാം കൈസെ? Yes, कैसे मिला? My grandfather and grandmother, they are watching Rajinikanth movies. अच्छा. So that's why they are give me my name. Huge fan ആണ്. Yes. Okay. You don't like Rajinikanth movie? I like Rajinikanth movies. For example, Robot 2, Robot 0, Shivaji the Boss. Okay. You know any Malayalam movie also? Malayalam movies? Huh? I know. Okay. Dulquer Salman pata hai? Dulquer Salman? हाँ. I don't know who is he. You don't know? Mammootty Mohanlal, famous actor in Kerala. In Kerala. हाँ. I have many friends in Kerala. Okay. Yes. Me also. You also. Yeah. ഇവിടെ ഒരു ഓൾമോസ്റ്റ് ജിബിത്തെ ടെമ്പറേച്ചർ 5 വരെ എത്തേണ്ടത്. 5, 4, 3 ആ ടൈമിലാണ് ഇപ്പോൾ ഉള്ളത്. मैक्सिमम कितना है टेम्परेचर जीबी में विंटर टाइम में? Let me check. Okay. अभी 9. Okay. 9 temperature. रात में 2-3 maximum 2-3. രാത്രി നല്ല തണുപ്പാണ് ഇവിടെ ഉള്ളത്. ये रोड सब टाइम ऐसे है. Yeah, road condition is very bad. ഇതാണ് ഇവിടുത്തെ റോഡ് കണ്ടീഷൻ. Road condition is very bad because of before after 3 months यहाँ पे बहुत ज़्यादा लैंडस्लाइडिंग हो रहा है. बहुत ज़्यादा. So that's why road condition is very bad. Day by day road condition is very bad. Dust, pollution every time. That's why I'm wearing the masks. Okay. So dust hai? Yes, too much dust. I have allergy. Okay. Yes. This monsoon में है? Which monsoon? This June July landslide है? No. Yes, June July. Okay. Yes.
मैं पहले मई में आए, यह टाइम में कोई प्रॉब्लम नहीं है मई. അപ്പോൾ നമ്മൾ ഷോജയിൽ എത്താനായിട്ടുണ്ട്. ഇതുവരെ വണ്ടിയുള്ളായിരുന്നു, ഇവിടെ വരെ വേറെ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഈ പ്രോപ്പർട്ടീൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുക്കാനുണ്ട്, ഇവരെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കണ്ടുള്ളത്. ഇവിടെ ഏതെങ്കിലും ഇതാണ് ഫോറസ്റ്റ് പിനാക്കിൾ കഫേ. ഇതും അതുപോലെ ഇവിടുത്തെ ഒരു ട്രീ ഹൗസാണ്. ഇവിടുത്തെ ഈ റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് റൂം, ഫുള്ള് ട്രീ ഹൗസ് തന്നെയാണ്. ഇങ്ങനെ വന്നിട്ട് തുറന്നാൽ ഇവിടെ സ്വർഗമാണ്. ഇത് ഫുൾ ഫോറസ്റ്റാണ് മേലേക്ക്. അതുപോലെ താഴെ റിസോർട്ടിൻ്റെ പണി നടക്കുന്നുണ്ട്. ഫുള്ള് പച്ചപ്പ്, വാട്ടർഫാള്, എല്ലാ സംഭവം ഉണ്ട്. എന്തായാലും ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ച് ഇങ്ങനെ മേലേക്ക് ഷോജയെ പോകണം. ഇവർ താഴെ പോകാൻ വിഷയമുണ്ട്. ഇത് ഒരു വണ്ടി വരുമുണ്ട്, ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടുമോ നോക്കണം. ഷോജ അയാൾ ലിഫ്റ്റ് ഒന്നുമില്ല. ഇനി ഈ റൂട്ടിന് അധികം വണ്ടിയും കുറവായിരിക്കും, അതാണ് ഇവിടുത്തെ മെയിൻ ടാസ്ക്. മെല്ലെ മെല്ലെ ഞാൻ നടന്നു നോക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്ന് നോക്കാം. ഇതിൽ കൂടെ ബസ് പാസ് ചെയ്യുന്നുണ്ട്. ബസ്സിൽ എന്തായാലും പോകാൻ കഴിയാം, അതിൽ ലിഫ്റ്റ് അടിച്ച് പോവാം. ബസ്സിൽ ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല. ഇവിടുത്തെ ബസ്സിൽ ഗൂഗിൾ പേ ഉണ്ടാവില്ല, ഇനിയിപ്പോൾ അതിന് വേണ്ടി ഞാൻ തരേണ്ടി വരും. അവിടുന്ന് ഇപ്പം ഇങ്ങനെ കുറച്ച് ഫ്രണ്ടൊക്കെ നടന്നു വന്നു ഞാൻ. ഇവിടുന്ന് ഞാൻ ഒരു 3 കിലോമീറ്ററുണ്ട് ഷോജയ്ക്ക്. ഷോജന്ന് അടുത്ത പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല ജഗർ ഫോർട്ട് ഉണ്ട്, അവിടെ പോകണം. പിന്നെ ജലോരി പാസ് ഉണ്ട്, അവിടെയും പോകണം. ഇതിൻ്റെ മേലെ കുറേ വില്ലേജസ് ഉണ്ട് കേട്ടോ, അടിപൊളി. പക്ഷെ ഇവിടെ വരേണ്ടത് മൺസൂൺ സീസണിലാണ്. മൺസൂൺ സീസണിൽ ഫുള്ള് ഗ്രീനറി ആയിരിക്കും. ഈ വിൻ്ററിൽ വന്നാൽ ഇവിടെയൊക്കെ ഉണങ്ങി പിടിച്ച പോലത്തെ ഒരു ഇതായിരിക്കും. മേലേക്ക് വല്ല സീനില്ല, ഈ സൈഡ് സീനില്ല, ഇതേപോലത്തെ അവസ്ഥ ആയിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മന്ദിർ കിട്ടി. എന്ത് മന്ദിരാണെന്ന് എനിക്കറിയില്ല. ഇവിടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, ദൈവത്തിന് മൂടി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് ഈ റോഡ് നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഷോജയ്ക്കുള്ള വഴിയാണ്. ഇതും ഷോജയ്ക്കുള്ള വഴിയാണ്. ഇത് ഇവിടെ വില്ലേജിൽ കൂടെ ഷോർട്ട് കട്ടാണ്. പക്ഷെ ഇവിടെ നിന്നാലാണ് നമുക്ക് ഇത് കിട്ടുള്ളൂ. എന്താ പറയുക, ലിഫ്റ്റ് കിട്ടുള്ളൂ. ഇതിൽ പോയാൽ ഞാൻ കുറേ നടക്കേണ്ടി വരും. മിക്കവാറും ഒന്ന് സൺസെറ്റ് കിട്ടലുണ്ടാവില്ല. അതിനു വേണ്ടി ഞാൻ മെയിനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയത്. താഴെന്ന് ലിഫ്റ്റ് അടിച്ചപ്പോൾ നേരെ ഇവരെ വണ്ടിയാണ് കിട്ടിയത്. ഇവർ എല്ലാവരും യു പിയിലുള്ളതാണ്, വെസ്റ്റേൺ യു പി. ഓക്കെ, വാട്ട്സ് യുവർ നെയിം? अक्षय. അക്ഷയ്. ആൻഡ് യു? युगांतर. ബൈക്കോ? अनुभव. ഓക്കെ. ഇവർ 2 ദിവസമായി ഇവിടെ എത്തിയിട്ട് ഇവരെന്നെ കൊണ്ട് പറഞ്ഞ് വീഡിയോ ചെയ്യിപ്പിക്കുന്നുണ്ട്. And he is my buaka. ബുവാക്ക മീൻസ്? Means my cousin brother. ഓക്കെ ഓക്കെ, നൈസ്. And we belong to this community and we are very helpful. हाँ हाँ हाँ, आई नो दैट कम्युनिटी चैट. तो भैया कितने सब्सक्राइबर वगैरह भी चालू किया, कैसे है? ये मेरा छोटा चैनल है, छोटा चैनल है। छोटा है? हाँ, बढ़वा देंगे, बता देना। आपको जीबी कैसे है? जीबी अच्छा अच्छा है। जीबी में 30 बार आ चुका। ओनली जीबी और दूसरा जगह भी है प्लान? जीबी ही है, मतलब जीबी भी आजकल ओवर क्राउडेड सा हो गया है। ओके। और पहले बहुत सुंदर हुआ करता था, रोड्स वगैरह सब अच्छी थी। हाँ हाँ हाँ, अभी रोड्स वगैरह बहुत ही हो गई और बसेस वगैरह इतनी बढ़ गई है ना, ठीक है। तो ये ओवर क्राउडेड हो गया जीबी भी अभी। ओके ओके। अभी हम तीर्थन गए थे, तीर्थन बल्कि थोड़ा सा शांत है। हाँ हाँ, तीर्थन वैली। हाँ, तीर्थन वैली शांत है। ओके ओके। इधर अच्छा सनसेट किधर से मिल जाएगा? यहीं से मिल जाएगा, फिल्म कैफे से। ओके। हाँ, अभी एक कैफे അങ്ങോട്ട് നല്ല വ്യൂ.
റോഡ് അത്യാവശ്യം നല്ല മോശമാണ്, അതുപോലെ നല്ല ട്രാഫിക് കൊണ്ട് ടൈം ആയതുകൊണ്ട് ന്യൂ ഇയർ ആയതുകൊണ്ട് ചെറിയ റോഡാണ് വരുന്നത്. आपको जीबी कैसे है? जीबी अच्छा है। जीबी में 30 बार आ चुका. ओनली जीबी और दूसरा जगह भी है प्लान? जीबी ही है, मतलब जीबी भी आजकल ओवर क्राउडेड सा हो गया है. ओके. और पहले बहुत सुंदर हुआ करता था, रोड्स वगैरह सब अच्छी थी. हाँ. अभी रोड्स वगैरह बहुत ही हो गई और बसेस वगैरह इतनी बढ़ गई है ना, ठीक है. तो ये ओवर क्राउडेड हो गया जीबी भी अभी. ओके. अभी हम तीर्थन गए थे, तीर्थन बल्कि थोड़ा सा शांत है. हाँ, तीर्थन वैली. हाँ, तीर्थन वैली शांत है. ഇവിടെ ഒരു വണ്ടിക്ക് പോകാനുള്ള മാത്രമുള്ള സ്പേസേ ഉള്ളൂ. ഇതാണ് ഷോജയിലെത്തി. ഇനി ഇവിടെ നിന്ന് ജലുവരി പാസ്ക്ക് അത്യാവശ്യം കിലോമീറ്ററും കൂടെ ഉണ്ട്. ഇവരിവിടെ ചായ കുടിക്കാൻ നിർത്തിയതാണ്. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് മേലെ പോകണം. ഇന്നെന്തായാലും ഇനി ട്രക്കിങ്ങിന് പോകാൻ പറ്റും തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഷോജയിലെത്തിയപ്പോൾ തന്നെ ടൈം ലേറ്റായി, 3 മണി 4 മണിയായി. ഇനി മേലെ പോയി അവിടെ എത്തുമ്പോഴത്തേനൊരു അത്യാവശ്യം ടൈം ലേറ്റാവും. അപ്പോൾ ഇന്ന് മേലെ പോയിട്ട് സൺസെറ്റ് കണ്ടിട്ട് തിരിച്ച് വരണ്ടാവും ബെറ്റർ. ഇതാണ് ഷോജ വില്ലേജ്. ഇവർ ചാടിക്കാൻ പോയിരുന്നു. അങ്ങനെ രഘുവർ ഫോർട്ടിക്കുള്ള ജനുവരി പാസ്ക്കുള്ള വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. വ്യൂ പോയിൻ്റ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. അവിടെ ഞാൻ മുന്നേ പോയതാണ്, കഴിഞ്ഞ പ്രാവശ്യം ഒരു 3-4 മാസം മുന്നേ. രഘുവർ ഫോർട്ട് പോകാൻ പറ്റുമോ നോക്കണം. അവിടെ നല്ല രീതിയിൽ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഈ ഏരിയ ഫുള്ള് വരെ ഹാൻഡിക്രാഫ്റ്റഡ് സാധനങ്ങളാണ്, വരെ തന്നെ ഉണ്ടാക്കേണ്ട ഓരോ സാധനങ്ങൾ. മഫ്ലർ, അതുപോലെ തൊപ്പി, പാൻറ് എല്ലാം ഉണ്ട്. നല്ല രീതിയിൽ തിരക്കുണ്ട്. ന്യൂ ഇയർ ആയിക്കൊണ്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് ചാർജ് ഉണ്ട് രഘുവർ ഫോർട്ടൊക്കെ ഉള്ള. താങ്ക് യു. 30 രൂപയാണ് ഇവിടുന്ന് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ അവിടുന്ന് ട്രക്ക് സ്റ്റാർട്ടായി. ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടുള്ള രഘുവർ ഫോർട്ടൊക്കെയുള്ള ട്രക്ക്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓപ്പോസിറ്റ് സൈഡാണ് പോയിൻ്റെത്. നേരത്തെ കാണിച്ചത് ആ ഏരിയയിലാണ് പോയിൻ്റ്. ഇപ്രാവശ്യം ഈ ഏരിയയിലാണ് സൺസെറ്റും സൺറൈസും കിട്ടുക. അപ്പോൾ ഇവിടെ പോയേക്കാം. ഇവിടെ ഫുള്ള് മരമായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഞാനാണ് ഈ ഷോർട്സ് ആയിട്ട് കണ്ട്. നല്ല രീതിയിൽ തണുപ്പുണ്ട്. കുറച്ച് അവിടെ എത്തിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, പാൻ്റ് ഇടണം, അല്ലെങ്കിൽ നടക്കൂല. അതാണെങ്കിൽ അത്യാവശ്യം നടക്കാനുണ്ട്. രാത്രി തണുപ്പ് കൂടിക്കൂടി വരുമായിരിക്കും. ഇപ്പം ഏകദേശം ഒരു 4:30-5 മണി ആവാനായി. അങ്ങനെ എൻ്റെ ട്രൈപ്പോഡും പൊട്ടിയിട്ടുണ്ട് അവിടെ. അയ്യോ, ഇപ്പം അങ്ങനെ വീഡിയോ എടുക്കും. കൈയൊക്കെ ആകെ റെഡായിക്കണേ. അപ്പോൾ താഴേന്ന് എടുക്കേണ്ടി വരും എല്ലാ സാധനങ്ങളും. ആദ്യം ഇതിട്ട് പോകാൻ മതിയായിരുന്നു, വെറുതെ വേണ്ടത്തെ പണിക്ക് നിന്ന്. ജാക്കറ്റ് കിട്ടി, ഇത് കിട്ടി, പാൻറ് കിട്ടി. അത് നമുക്ക് ഷൂ വയ്ക്കാം. ഈ സോക്സാണ് ഇത്രയും കാലം എന്നെ പിടിച്ചു നിർത്തിയത്. ഒന്നുകൂടെ ഉണ്ടല്ലോ. ഓക്കെ, രാത്രി ഈ തണുപ്പ് കൂടുകയുള്ളൂ, കുറയില്ല. ഇന്ന് തിരിച്ച് പോരാനും പറ്റുമെന്നറിയില്ല. ഇവിടെ മേലെ റേഞ്ചും ഉണ്ടാവില്ല. മിക്കവാറും ക്യാമ്പ് സ്റ്റേ ബുക്ക് ചെയ്യേണ്ടി വരും അവിടെ, തോന്നുന്നു. അതാ ഇനി ഉള്ള ഡ്രസ്സ് മൊത്തം ഞാൻ കയറ്റിയിട്ടുണ്ട്. പാകം വീർത്തിട്ടില്ലേ? ഉള്ള ഡ്രസ്സ് മൊത്തം, ബാഗിലുള്ള ഡ്രസ്സ് മൊത്തം ഞാൻ ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ട്. 1, 2,
ഇതിനുള്ളിലൊരു 3 കൂടെ ഉണ്ട്. ടോട്ടൽ 5 ഡ്രസ്സ്. പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. മിക്കവാറും മേലെത്തുന്നൊക്കെ തോന്നുന്നില്ല. എന്താ വെച്ചാൽ അത്യാവശ്യം നടക്കാണ്ട്. രാത്രി സൺസെറ്റ് എന്തായാലും പോയി. രാത്രിയാവും മേലെത്താൻ. അപ്പോൾ കുറച്ചുവരെ പോയിട്ട് തിരിച്ചിറങ്ങാം, അതാവും ബെറ്റർ. നമ്മൾ നേരത്തെ കൂടെ ടീംസ് എത്തിയിട്ടുണ്ട്. तुम वापस आ रहे वापस आएगा? हाँ ഓക്കെ ഓക്കെ 7 किलो आएंगे. ഓക്കെ. എന്തായാലും ഇവരുണ്ട്. അപ്പം ഇനി സീനില്ല. തിരിച്ചിറങ്ങുമ്പോൾ രാത്രി ആയാലും കുഴപ്പമില്ല. ഗൈഡ് ഹായ് ബ്രോ. ഹായ്. ബാക്കി ലോക ഇത്ര चलो 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 अरे जल्दी. യു ഗൈസ് ഓൺലി. അപ്പം എന്തായാലും ഇനി മേലെ പോവാം. ഇപ്പോൾ സീനില്ല. താഴേന്ന് നടന്നിട്ട് ഏകദേശം ഇനി 2 കിലോമീറ്ററും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ അത്യാവശ്യം നല്ല രസമുള്ള സ്കൈ കാണുന്നുണ്ട്. ബാക്കി കൊണ്ട് നടന്നു പോട്ടെ. ഇവിടെ നിന്ന് അങ്ങോട്ടും അടിപൊളി വ്യൂ ആണ്. പക്ഷേ ഈ സൈഡിലാണ് സൺസെറ്റ് ഉള്ളത്. ഞാൻ നേരത്തെ ഇവിടെ കയറി വന്നില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അത്രക്കും മിസ്സായിരുന്നു. ഞാൻ നേരെ തിരിച്ചു പോകാൻ നിൽക്കുകയായിരുന്നു. എന്താ വെച്ചാൽ അത്യാവശ്യം ലേറ്റായി രാത്രി. ഇനിയിപ്പോൾ അവിടെ സ്റ്റേ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. എന്താ വെച്ചാൽ സൺസെറ്റ് കിട്ടി. ഇനി ഈ മലൻ്റെ അപ്പുറം ലൈറ്റിങ് കാണണ്ട. അവിടെയും കൂടെ പോയി നോക്കട്ടെ. എന്നിട്ട് തിരിച്ചിറങ്ങണം. ഇവിടെയൊക്കെ ഇതേപോലെ നല്ല ഗോൾഡൻ കളറിൽ സ്കൈ കാണാം. ഇവിടെ മൊത്തം ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കുറേ മഞ്ഞുമല കാണാം. എന്താ ഇവിടെ ടെൻറ്റ് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെൻറ്റ് സ്റ്റേ ചെയ്യാം. പെർ ഹെഡ് 1000, അതുപോലെ 1000, 2000 ഒക്കെ വരാം. ഇവിടെ സീസൺ ആയതുകൊണ്ട് ഇവർ നല്ല റേറ്റ് കൂട്ടി പറയും. ആ മലയിൽ നിന്ന് നടന്ന് ഇവിടെ എത്തിട്ടോ. ലാസ്റ്റ് വ്യൂ ഇവിടെ കിടക്കുന്നത്. ഇതിൻ്റെ അപ്പുറം ഇനി അപ്പുറം വേറൊരു മലയാണ്. ഞാൻ കുറച്ചും കൂടെ നേരത്തെ വന്നിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളി വ്യൂ കിട്ടിയിരുന്നേ. നേരം ഒരു 5 മണി 4:30 ആകുമ്പോഴത്തേനോട് എത്തണം. എന്നാലേ സൺസെറ്റ് അത്യാവശ്യം അടിപൊളിയായിക്കാണ്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം ലൈറ്റ് ആയിട്ടുണ്ട്. എന്നാലും ഇവിടെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെറ്റാണ്. നല്ല എന്താ പറയുക, സൺറൈസും സൺസെറ്റും എല്ലാം കിട്ടും. നല്ല വ്യൂ എവിടെ കിട്ടുമെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവുള്ള ജിബിയിൽ രഘുവർ ഫോർട്ട്. എല്ലാവരും ഇവിടെ ജിബിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിക്കാണ്ട് വരേണ്ട സ്ഥലമാണ് രഘുവർ ഫോർട്ട്. എനിക്കിവിടെ വന്നില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര മിസ്സായിരുന്നു. ഇനി ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാണ്. എന്തായാലും ഇനി ഇവിടെ സ്റ്റേ ചെയ്യണം. ഇവന്മാരെ കിട്ടി. പിന്നെ നേരെ തിരിച്ച് ഇവന്മാരപ്പം താഴെ പോവാം. How was the view? View is very mind blowing. ഇവര് കടുവനെ കണ്ടുവെന്നാ പറഞ്ഞത്. ഒരു താഴെ കൂടെ വഴി തെറ്റി വന്നത്. സോ മേ ബി റോങ് ആയിരിക്കും, മേ ബി സത്യമായിരിക്കും. വി ഡോണ്ട് നോ. വൈകിട്ടൊരു 5 മണി 5:30 ആയിട്ടുള്ളൂ. അപ്പോഴത്തേനാണ് ഈ വ്യൂ കാണുന്നത്. മൊത്തം രാത്രിയായി. സൺസെറ്റൊക്കെ കണ്ട് ഇനി തിരിച്ചിറങ്ങാണ്. കഥപ്പൊക്കെ മാറിട്ടോ. നേരത്തെ വൻ കഥപ്പായിരുന്നു താഴേന്ന് കയറി എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ഓക്കെ ആയി. ഇനി നേരെ തിരിച്ച് താഴേക്ക് തന്നെ പോകണം. എല്ലാവരും തിരിച്ചറിഞ്ഞ തിരക്കിലാവും. മഴയൊക്കെ ഇറങ്ങാന്നുണ്ടെങ്കിൽ നേരെ താഴെ പോകും.